നേമത്ത് വികസന സംവാദത്തിന് വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒളിച്ചുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഞാനിന്ന് കേട്ടു. നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി, സിറ്റിംഗ് MLA, വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹമാണ് തന്റെ എതിർ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിനെ വെല്ലുവിളിച്ചത്. രാജീവ് ചന്ദ്രശേഖർ ആ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടതായിരുന്നു. കാരണം അദ്ദേഹം ഒരു പുതിയ ആളാണ്, ഇവിടെ കേരളത്തിൽ അത്ര പരിചയമില്ല. അപ്പോൾ തീർച്ചയായും ആ വെല്ലുവിളി അദ്ദേഹത്തിന് ഏറ്റെടുത്ത് നിയമമണ്ഡലം കഴിഞ്ഞ 3 മാസമായി അദ്ദേഹം ഞാനവിടെ MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. തിരുവനന്തപുരത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ആ സംവാദത്തിന് അദ്ദേഹത്തിന് വരായിരുന്നു. ആദ്യം പറഞ്ഞത് 29-ാം തീയതി പറഞ്ഞു. 29-ാം തീയതി പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഒഴിവഴിവ് പറഞ്ഞു. പ്രധാനമന്ത്രി വരികയാണ് നാളെ തൃശ്ശൂരും പാലക്കാടും, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ഒഴിവുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശിവൻകുട്ടി രണ്ടാമത്തെ ഓഫർ വെച്ചു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലം, ഇഷ്ടപ്പെടുന്ന സമയം, അറ്റ് യുവർ വിൽ. അങ്ങനെ അല്ലാണ്ട് ഒരു എതിരാളി ഒരാൾ ചലഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലം, ഇഷ്ടപ്പെടുന്ന സമയം, അത് വെല്ലുവിളിച്ചു. അപ്പോഴും അദ്ദേഹം ഉരുണ്ടുമാറുക. ഇന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഞാൻ ശിവൻകുട്ടിയായിട്ട് നിയമം സംബന്ധിച്ചല്ല, ഞാനൊരു സ്റ്റേറ്റ് ലീഡറാണ്. സ്റ്റേറ്റ് തലത്തിൽ സംവാദം നടത്താം. മുഖ്യമന്ത്രിയുമായിട്ടും കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെങ്കിൽ അവർ യോഗം കൂടി തീരുമാനിക്കട്ടെ. അതൊക്കെ ഇയാൾ പറയണ എന്തിനാ? കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിന് ഒരാളെ വിടും എന്ന് വെച്ചു. സംവാദത്തിന് വരാം എന്നാണ്. അത് നടക്കില്ല, അത് ഇദ്ദേഹത്തിന് അറിയാം. മുഖ്യമന്ത്രി ഒരു സംവാദത്തിനും വരില്ല, നമുക്ക് 100% ഉറപ്പാണ്. മുഖ്യമന്ത്രി റേഡിയോ പോലെ പറയുന്ന ഒരാളാണ്. വേറെ ആരെങ്കിലും CPM നിന്ന് വരാം, ശിവൻകുട്ടി തന്നെ വരട്ടെ. അല്ലെങ്കിൽ CPM നിന്ന് നന്നായി സംസാരിക്കാൻ കഴിയുന്ന വേറെ ആരെങ്കിലും വരട്ടെ. കോൺഗ്രസ് അവർ ആരെയാ വിടണേന്ന് വെച്ചാൽ സ്റ്റേറ്റിൽ നിന്ന് ലീഡർഷിപ്പിൽ ഒരാളെ വിടട്ടെ. രാജീവ് ചന്ദ്രശേഖർ വരുമോ? വരില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നത് വളരെ കൃത്യമായും മുഖ്യമന്ത്രി വരില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് ഒഴിവഴിവാണെന്ന് മാത്രമല്ല, ആ മണ്ഡലം സംബന്ധിച്ച സംവാദത്തിനാണ് ശിവൻകുട്ടി വിളിച്ചത്, അത് കേരള സംവാദത്തിനല്ല. കേരള സംവാദത്തിന് വേണമെങ്കിൽ ശിവൻകുട്ടി മാത്രം മതിയോന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ആളുകളെ ചിലപ്പോൾ CPM നിയോഗിക്കുമായിരിക്കും. അതിന് അവർ തയ്യാറാവോ, CPM തയ്യാറാവോ, അല്ലെങ്കിൽ കോൺഗ്രസ് തയ്യാറാവോ എന്ന് എനിക്കറിയില്ല. എന്താണ് നേമത്തെ പ്രശ്നം? നേമത്തെ വികസനം ഉയർത്തിക്കാട്ടി താൻ ജയിക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ശിവൻകുട്ടി. അവിടെ ശബരിനാഥ് എന്ന 3ാമത്തെ UDF സ്ഥാനാർത്ഥിയുമുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ വെച്ചാണെങ്കിൽ UDF 3ാം സ്ഥാനത്താണ്. ഈ 3ാം സ്ഥാനം, 1ാം സ്ഥാനം, 2ാം സ്ഥാനം എന്നുള്ളതൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മറിയുന്ന ഒരു സ്ഥലമാണ് കേരളം. തിരുവനന്തപുരം പ്രത്യേകിച്ചും നമുക്കറിയാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വരുന്നവൻ ചിലപ്പോൾ 3ാം സ്ഥാനത്ത് വരും. ഇത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവർ 2ാം സ്ഥാനത്ത് വരും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ നേമത്ത് താൻ നടപ്പാക്കിയ വികസന പദ്ധതികൾ സംബന്ധിച്ച വെല്ലുവിളിക്കാണ് ഒരു MLA സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി എന്ന് വെച്ചാൽ, ഒഴിഞ്ഞുമാറാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അദ്ദേഹം തിരക്കുള്ള ആളാണ്, ഞാൻ കേരളം മുഴുവൻ പോകേണ്ട ആളാണ്, എന്ത് ന്യായം വേണ്ടി പറയാം. ഞാൻ അതിനെ വേറെ രീതിയിൽ കാണുന്നില്ല. പക്ഷേ അദ്ദേഹം ആ സംവാദത്തിന് ഒന്നുമില്ല. അദ്ദേഹം പറയാം, ഞാനല്ല വരണേ, ഇന്നാളെ വിടാം. ഒരു സംസ്ഥാന നേതാവാണ്, അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു സമയം കിട്ടിയില്ലെങ്കിൽ. പക്ഷെ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എങ്ങനെയാ? ഒഴിഞ്ഞു പോണതിന്റെ കാര്യം എന്താ? ഒഴിഞ്ഞു പോകുന്നത് ഒരുപക്ഷെ ആ സംവാദത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണോ? ആ സംശയം സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. നേമത്ത് നടത്തിയ വികസനത്തിൽ എന്താണ് അപാകതകൾ എന്ന് പറയാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ? അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കഴിയുമോ? നേമത്തെ വികസനം ഇതാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ, ഒരു സംവാദത്തിൽ ബോധ്യപ്പെടുത്താൻ ശിവൻകുട്ടിക്ക് കഴിയുമോ? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിലൊക്കെ, ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിലും, പാർലമെന്ററി തെരഞ്ഞെടുപ്പിലും, പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. 2 എതിരാളികൾ തമ്മിൽ പബ്ലിക്കായി പൊതു ചോദ്യങ്ങൾക്കും പരസ്പരമുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം പറയുക എന്ന രീതി, ഡിബേറ്റ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റ് കണ്ടു. ഡിബേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഏകപക്ഷീയായിരുന്നു അത്. ഈ ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജ് എന്ന് പറയുന്ന സിറ്റിംഗ് MLAയും മന്ത്രിയുമായ LDF സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥിയും അവിടുത്തെ UDF സ്ഥാനാർത്ഥിയും തമ്മിലുള്ള സംവാദം.
അതിൽ വ്യക്തമായും അബിൻ വർക്കിക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു എന്ന് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. കാരണം വളരെ ഡിഫെൻസീവിലായിരുന്നു. ഈ ബാക്കി എല്ലാ കാര്യത്തിലും ഒഫെൻസീവായ, ഒരുപക്ഷെ ചാനൽ എന്താ പറയുക ആങ്കറൊക്കെ ആയിരുന്നു നല്ല പരിചയമുണ്ടായിട്ടും വല്ലാതെ പരുങ്ങുന്ന ഒരു മന്ത്രിയെ നമ്മൾ കണ്ടു. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല. അവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ അവര് പ്രസന്റേഷന്റെ പ്രശ്നമല്ല, അവരുടെ ശരിക്കുള്ള വീക്ക്നെസ് ആണ്. അവരുടെ ഭരണത്തിലെ പ്രശ്നങ്ങൾ, അവരുടെ ഗവൺമെന്റിന്റെ പ്രശ്നങ്ങൾ, LDFന്റെ പ്രശ്നങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ശബരിമല പോലെയുള്ള വിഷയങ്ങളും ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടികളും അവർ തന്നെ നടത്തിയ ഒരു നാടകവും, കഴുത്തുളുക്ക് നാടകവും ഒക്കെ അവരെ വീഴ്ത്തിയിട്ടുണ്ടാവും. അവരെ സ്വല്പം വീക്കാക്കിയിട്ടുണ്ടാവും. ഇല്ല എന്ന് പറയുന്നില്ല, മനുഷ്യനല്ലേ. പക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ അതില്ലല്ലോ. അദ്ദേഹത്തിന് ആ സംവാദം ഏറ്റെടുക്കാമായിരുന്നല്ലോ. അപ്പൊ ഏറ്റെടുക്കാതിരിക്കുന്നതിനർത്ഥം അദ്ദേഹത്തിന് വെല്ലുവിളി നേരിടാൻ കഴിയില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നല്ലൊരു സംവാദം കാണാം എന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങളൊക്കെ ഇരുന്നത്. പക്ഷെ ഉണ്ടായില്ല, നിർഭാഗ്യം.